ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ തൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുകയാണെന്നും അല്ലെങ്കിൽ ആ കുടുംബത്തെ സ്നേഹിച്ച് തുടങ്ങുക, അങ്ങനെ ഒരു പെൺകുട്ടിയെ വിട്ടുതരാൻ മനസ്സില്ല എന്ന് കമല നമ്മുടെ പത്മത്തിനോട് പറയാം. അപ്പോൾ വിശ്വം അറസ്റ്റിലായിരുന്ന സമയത്ത് പത്മ അത് കണ്ടതല്ലേ എന്നും കമല ചോദിക്കുക കേട്ടോ. എന്തിനാ അല്പം നീരസത്തോടെ പെരുമാറുന്ന നന്ദിനിയോട് പോലും വേദ സ്നേഹത്തോടെ മാത്രമേ പെരുമാറുള്ളൂ എന്ന കാര്യവും കമല പറയുക. ദൈവമായിട്ട് കൊണ്ടുതന്ന മരുമകളെ ഒഴിവാക്കണമെന്ന് ഏതൊരമ്മയെ ആഗ്രഹിക്കുക എന്നൊക്കെ കമല ഇങ്ങനെ ചോദിക്കുക. എന്നെക്കാളും കൂടുതൽ അവൾ ആ വീട്ടിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് മാഷാണ് പത്മം എന്ന കാര്യവും പറഞ്ഞു. ഇനി വേദയുടെ കാര്യം പറയാനായിട്ട് പത്മം എന്നെ ഇങ്ങനെ അമ്പലത്തിൽ കാത്തു നിൽക്കണമെന്നില്ല എന്നും കമല പത്മത്തോട് പറയുക കേട്ടോ. ഇത് കേട്ട് പത്മ അന്തം വിട്ട് നിൽക്കുക. ഞങ്ങളായിട്ട് ഇനി അവളെ വിട്ട് തരില്ല എന്നും പത്മത്തോട് കമല പറയണു. പിന്നെ വരട്ടെ എന്നും പറഞ്ഞ അവിടുന്ന് പത്മത്തിനോട് യാത്ര പറഞ്ഞ് അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുക. അതായത് ഈ വിക്രവും അതുപോലെ ആൾക്കാരും ഇരുന്ന് സമരം ചെയ്യുന്നിടത്തേക്ക് അവിടെ വന്നിട്ട് ഈ ശ്രീകാന്ത് ആരാണ്ടോടൊക്കെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. കൂടുതൽ അക്രമം ഉണ്ടാകാതെ നോക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അകത്തേക്ക് കയറിപ്പോയി. ഇവരാണ് ശ്രീകാന്തിനെ കണ്ടപ്പോഴത്തേക്ക് ഒച്ചത്തിലാണ് ഒച്ച വയ്ക്കുന്നത്. അപ്പോഴത്തേക്കും കുറച്ച് പേര് പുറത്തുനിന്ന് കയറി വന്നിട്ട് ഇവർക്കിടയിലേക്ക്. അപ്പോഴത്തേക്ക് ഇവരാരാ വന്നതെന്നോ എടുത്തതെന്നോ ഒന്നും ആർക്കും മനസ്സിലാകുന്നില്ല. വിക്രത്തിനും മനസ്സിലാകുന്നില്ല. എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കിയേക്കുക. പിന്നെ ഒരാൾ വിക്രത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒച്ചത്തിൽ സമരത്തിൽ ഇങ്ങനെ ഒച്ചയ്ക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വിക്രം അന്നേരം ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് എഴുന്നേറ്റിട്ട് താൻ ആരാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. നിങ്ങളിവിടെ ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുക. അപ്പോഴത്തേക്കും ശ്രീകാന്ത് അവിടെ നിന്ന് ഫോണിൽ വിളിച്ച് ആരോടൊക്കെയോ എന്തൊക്കെയോ ഗൂഢാലോചനകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഒന്ന് നിർത്തടോ എന്ന് നമ്മുടെ വിക്രം പറഞ്ഞു. അങ്ങനെ അവരെ കൊണ്ടും വിളിപ്പിക്കും. അപ്പോൾ വിക്രം നിർത്ത്, ഇങ്ങനെ ഇവിടെ കിടന്ന് ഒച്ച വെക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ പറയാം നീ ആരാന്ന് ചോദിച്ചു. വിക്രത്തിൻ്റെ നേരെ കൈവച്ചു. പിന്നെ ഉന്തായി, തള്ളായി, ഇടിയായി, ചവിട്ടായി. അപ്പോൾ വേറൊരാളെ അവിടെ കുത്തി വീഴ്ത്തി. അപ്പോഴത്തേക്കും ശ്രീകാന്ത് ഇറങ്ങി വന്നു. പിന്നെ ഉന്തും തള്ളും പിടിയും വലിയും സെക്കൻഡുകൾ കൊണ്ട് പോലീസ് എത്തുന്നു. അങ്ങനെ ആ ഒരു ഭയങ്കര പ്രശ്നം. ആ സമയത്ത് ആ കിട്ടിയ ആളെയും കൊണ്ട് ആൾക്കാർ ഹോസ്പിറ്റലിലും പോയി. ആ സമയത്ത് എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു. എൻ്റെ കമ്പനി തല്ലി പൊളിക്കാനും ഇവന്മാരെല്ലാം കൂടെ വന്നേക്കുന്നത് ശ്രീകാന്ത് പറയാം. ഒരാൾ കുത്തേറ്റ് കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശ്രീകാന്തും ഭയങ്കരമായിട്ട് ഇതായിട്ട് സംസാരിക്കുക. അപ്പോഴത്തേക്കും ഒരു ഓട്ടോയൊക്കെ വന്നു ഇവർക്ക് പോകാനായിട്ട്. ആ ഓട്ടോയിൽ അയാളത് ഹോസ്പിറ്റലും കൊണ്ടുപോയി. അപ്പോഴത്തേക്കും പോലീസുകാർ എന്താടോ ഇവിടെ എന്ന് ചോദിക്കുമ്പം ഞങ്ങൾ സമാധാനപരമായിട്ട് ഇവിടെ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, സമരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഇടയിൽ കയറി വന്ന് ഇവന്മാരാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്നൊക്കെ വിക്രം പറഞ്ഞു. അപ്പോൾ പുറത്തുനിന്നുള്ള ഗുണ്ടകളൊന്നും അല്ലല്ലോ, ഇവിടെയുള്ള തൊഴിലാളികൾ തന്നെയല്ലേ, അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നിനക്ക് തന്നെയാണെന്ന് വിക്രത്തോട് ഈ പോലീസുകാരൻ പറയും. ആശുപത്രി പോയവൻ്റെ കാറ്റെങ്ങാനും പോയാലേ പിന്നെ നിന്റെ സമാധാനപരമായ സമരം ഞാൻ ശരിയാക്കി തരാം, നടക്കടാ ഇങ്ങോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീകാന്ത് നിന്ന് ചിരിക്കുമ്പോൾ വിക്രത്തെ പോലീസ് തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ നോക്കുക. അപ്പോൾ സാറ് പറയുന്ന കേൾക്കാൻ വിക്രം പറയുന്നുണ്ട്. പക്ഷേ അയാളെ വിക്രത്തിനെ കൊണ്ടുപോകും, കാരണം ശ്രീകാന്തിൻ്റെ ആളാണല്ലോ. വിക്രത്തിനെ കൈയൊക്കെ പിടിച്ച് ഓടിച്ച് തിരിച്ച് കൊണ്ടുപോവുക. ശ്രീകാന്ത് ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. സെക്കൻഡുകൾ കൊണ്ട് അടുത്ത ഓട്ടോ സ്പോട്ടിലെത്തി. ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മുടെ വേദയെ കണ്ടപ്പോൾ ചേട്ടൻ ശ്രീകാന്ത് അന്തം വിട്ടിങ്ങനെ നോക്കുക. പോലീസുകാരും എല്ലാവരും അത്ഭുതപ്പെട്ട് നോക്കുവാണ്. വിക്രം പോലും അന്തം വിട്ട് പോയി. കൃത്യസമയത്ത് വേദ വരുമെന്ന് ഒരിക്കലും ഇവരാരും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ നമ്മുടെ വിക്രം ഇങ്ങനെ നിൽക്കുന്നു. വിക്രത്തെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയ പോലീസ് വിക്രത്തെ വിട്ടിട്ട് അങ്ങ് മാറി നിൽക്കുക കേട്ടോ വേദയെ കണ്ടപ്പം. എന്താ സാബു സാറേ ഇത്, ഇങ്ങനെ മുതലാളിമാരുടെ ഏറാമൂളിയായിട്ട് നിന്ന് തോന്നിവാസം ചെയ്യാൻ നാണമില്ലേ നിങ്ങൾക്കൊന്ന് വേദ ചോദിക്കുമ്പോൾ എടി എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ വലിയ ആൾ കളിച്ച് ചെന്നു. വായടക്കണോ എടിയെന്നോ, വക്കീലെ എന്ന് വിളിക്കണം, ഇല്ലെങ്കിലേ കേസ് വേറെ വരുമെന്ന കാര്യം പറയുക വേദ ഇയാളോട്. വിക്രമൊക്കെ അന്തം വിട്ട് നിൽക്കും. അതുപോലെ ശ്രീകാന്തും എന്താണ് വിക്രത്തിൻ്റെ പേരിലുള്ള ചാർജ് എന്ന് ചോദിച്ചു. അപ്പോൾ സമരത്തിൻ്റെ പേരിൽ അക്രമം നടത്തി ഫാക്ടറി തല്ലിപ്പൊളിക്കാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇങ്ങനെ ഇടയ്ക്ക് കയറി പറഞ്ഞു നിങ്ങളോടല്ല ഞാൻ ചോദിച്ചത് എന്ന് വേദ പറയുക. സമരം നടത്തിയവരെല്ലാവരും യൂണിയൻ മെമ്പേഴ്സാണോ എല്ലാവരും ചോദിക്കുമ്പം അല്ല, 6 പേര് വീതം ഊഴവിട്ട് സമരം ചെയ്തിരുന്ന നിരാഹാര സമര പന്തലേക്ക് പുറത്തുനിന്ന് വന്നവരാണ് അക്രമം നടത്തിയതെന്ന് വേദയോട് വിക്രം പറയാം. അപ്പോൾ അവരാരും യൂണിയൻ മെമ്പേഴ്സ് അല്ല എന്നും പറഞ്ഞു. അവർ ഈ കമ്പനിയിലെ തൊഴിലാളികൾ തന്നെയാണെന്നും ഇവർ പറഞ്ഞിട്ട് അവർ അക്രമം അഴിച്ചുവിട്ടതെന്നും SI പറയാം വേദയോട്. അല്ലടോ എന്ന് ചോദിക്കുമ്പോൾ കൂടെയുള്ള ഒരുത്തന് അതെ സാർ ഞങ്ങൾ വിക്രം പറഞ്ഞിട്ടാ ചെയ്തതെന്ന് പറഞ്ഞു. എന്താ പോരെ എന്ന് ചോദിച്ച് ഇവർ വലിയ ആളാകുമ്പോൾ ഇതെന്താണ് ഇൻസ്പെക്ടർ സാർ, ബാലരമ പോലീസോ, കുട്ടികൾ ഇതിനേക്കാളും നല്ല കഥ ഉണ്ടാക്കുമല്ലോ എന്ന് വേദ അന്നേരം ചോദിച്ചു. ചമ്മിപ്പോയി ശ്രീകാന്തും ഒക്കെ. സാറ് സമരത്തിലേക്ക് കയറി വന്ന് ഇവരെയൊക്കെ കൊണ്ട് അങ്ങ് സ്റ്റേഷനിലോട്ട് യൂണിയൻ മെമ്പേഴ്സിനെയും വിക്രമനെയും കൊണ്ട് അങ്ങ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു വേദ.
ഇവനെ കൊണ്ട് ഞാൻ പോയാലോ എന്ന് SI ചോദിക്കുക വേദയോടെ. സ്റ്റേഷൻ ജാമ്യം കിട്ടാത്ത കുറ്റമൊന്നും അല്ലല്ലോ, ഇന്ന് തന്നെ ഞാൻ ജാമ്യത്തിലെടുക്കും. കോടതിയിൽ നിങ്ങൾക്കും ഈ നിൽക്കുന്ന മാനേജിംഗ് ഡയറക്ടർ ശ്രീകാന്ത് ശങ്കരനാരായണനും ഈ നിൽക്കുന്ന ഗുണ്ടകൾക്കുമെതിരെ ഒരു കേസും ഞാനങ്ങ് ഫയൽ ചെയ്യുമെന്നും വേദ പറയുക. ഇവന്മാരൊന്നും ഞെട്ടി. എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത ഈ നാടകം ഞാൻ അവിടെ പൊളിച്ചോളാം, കാണണോ സാറിനെന്ന് വേദ ചോദിക്കുക കേട്ടോ. മിണ്ടാട്ടമില്ല, മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ നിൽക്കുക എല്ലാം എണ്ണം. ആരാടോ കുത്തിയെന്ന് ചോദിച്ചു. അത് പുറത്തുനിന്ന് വന്ന ആരോ ആണ് സാറേ, ഇവിടുത്തെ തൊഴിലാളിയല്ല, അയാൾ ഓടിപ്പോയി എന്ന് അവിടെയുള്ള ഒരാൾ പറഞ്ഞു. കുത്തുകൊണ്ട് വീണത് യൂണിയനിൽപ്പെട്ട ആളാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, വന്നവരിൽ ഒരാളാണെന്ന് പറഞ്ഞു. കുത്തിയതോ അതും അവരിൽപ്പെട്ട ഒരാളാണെന്ന് വിക്രം പറഞ്ഞു. അവരെല്ലാം അയാളെ എടുത്തോണ്ട് ഒരു വണ്ടിയിൽ കയറിപ്പോയി. ഈ സാറ് അവർ പോകുന്നത് വരെ നോക്കി നിൽക്കുമായിരുന്നു എന്ന് വിക്രം പറയുമ്പോൾ, അപ്പോൾ യൂണിയൻ നടത്തിയ സമരത്തിൽ മെമ്പേഴ്സ് അല്ലാത്തവർ കയറി അക്രമം കാണിച്ചതിനാണ് സാർ കേസ് എടുക്കേണ്ടത് എന്ന് വേദ ഇയാളോട് പറയുക. വിക്രമിനെ സാർ വിട്, വണ്ടിയിൽ കയറി രക്ഷപ്പെട്ടവരെ പിടിക്കാൻ നോക്കാനും വേദ ഈ പോലീസുകാരനോട് പറഞ്ഞു. പോലീസ് താറി വെളുത്തിങ്ങനെ നിൽക്കുക. വേണമെങ്കിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരാതി കൂടി സാറങ്ങ് എഴുതി വാങ്ങിച്ചോളാനും പറയുക. അപ്പോൾ എനിക്ക് പരാതിയൊന്നും ഇല്ല എന്ന് ശ്രീകാന്ത്. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ കാര്യങ്ങൾ? പക്ഷെ സാറ് സംഘടിപ്പിച്ച ഈ പൊറാട്ട് നാടകത്തിലെ അറിയാതെ കുത്തേറ്റ് വീണ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പോലീസിന് പരാതി ഇല്ലെങ്കിലും കേസെടുക്കേണ്ടി വരും. എന്തൊക്കെ വേദ ചേട്ടനെയും പോലീസിനെയും പേടിപ്പിക്കുക. ഇതിലും വലിയൊരു റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമെന്നും വേദ പറഞ്ഞു. എന്ന് പറഞ്ഞ വിക്രമം നോക്കുക കേട്ടോ. തൊഴിലാളികളുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അക്രമമില്ലാത്ത സമരം ഇവിടെ തുടരും. അത് സാധിച്ച് കിട്ടും വരെ വഴങ്ങാൻ തയ്യാറല്ലെങ്കിൽ എന്ന് വേദ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് ശ്രീകാന്ത് വേദയോട്, ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൽ നിയമപരമായി എനിക്കും അവകാശമുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ എന്ന് വേദ ശ്രീകാന്തിനോട് ചോദിക്കുക. അത് നിയമപരമായി തന്നെ ഞാൻ ഏറ്റെടുക്കും എന്നും വേദ ശ്രീകാന്തിനോട് പറഞ്ഞു. അവിടെ കിടക്കുന്ന ചട്ടിയും കലവും നിലത്ത്. പിന്നെ തൊഴിലാളികളുടെ അവകാശങ്ങളെ എനിക്ക് അനുവദിച്ചു കൊടുക്കേണ്ടതായിട്ടും വരുമെന്നും വേദ പറഞ്ഞു. നിങ്ങളോട് ചർച്ച പോലും ചെയ്യേണ്ടി വരില്ല എനിക്കെന്നും വേദ പറയുക. അറിയാലോ, പരിഹരിച്ചാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്, മനസ്സിലായോ എന്ന് ചോദിച്ചു വേദ. അപ്പോഴത്തേക്കും ചുറ്റിനുള്ള തൊഴിലാളികൾ കൈയടിച്ചു. നമ്മുടെ വേദ സ്കോർ ചെയ്തു മക്കളെ, സ്കോർ ചെയ്തു. പോലീസുകാരനും അതുപോലെ നമ്മുടെ ശ്രീകാന്ത് ചേട്ടനും നാറി വെളുത്തിങ്ങനെ നിൽക്കുക. അപ്പം ഞങ്ങൾ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ അവിടെ നിന്ന് പോകുക കേട്ടോ. നല്ല സ്റ്റൈലുമായിട്ട് വന്നു, സ്റ്റൈലായിട്ട് നമ്മുടെ വേദ അങ്ങ് പോയി. അപ്പോഴത്തേക്കും അവരവിടെ കിടന്നു മുദ്രാവാക്യത്തിൻ്റെ ഒച്ച കൂട്ടി. വിക്രത്തിന് ഭയങ്കര സന്തോഷം. വിക്രം ഇങ്ങനെ വേദ ഇങ്ങനെ ഒരു നല്ല ഇതോടുകൂടി നോക്കി ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന രാത്രി കഴിഞ്ഞപ്പോൾ നന്ദിനിക്ക് ഒരു നേരമല്ലേ. നന്ദിനിയാണെങ്കിൽ വിശന്ന് പൊരിഞ്ഞ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നെട്ടോട്ട് ഓടുക. എന്നിട്ട് വെള്ളം പോലും മുറിയില്ല. അപ്പോൾ അതൊക്കെ പമ്മി എഴുന്നേറ്റ് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കി അതിൽ ഇറങ്ങിപ്പോയി. അടുക്കളയുടെ വാതിലൊക്കെ തുറന്ന് അടുക്കളയിൽ പോയി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി എടുത്ത് കട്ട് കഴിക്കാൻ ചെല്ലുക. ചെന്നപ്പോൾ അടുക്കളയിൽ ഒന്നുമില്ല കേട്ടോ. ഒരു സാധനം പോലും അടുക്കളയിലില്ല. പിന്നെ കുറച്ച് ഭരണിയൊക്കെ തപ്പിയപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെയോ കിട്ടി. അതൊക്കെ എടുത്ത് ഇങ്ങനെ നിലക്കടലോ മറ്റെന്തോ ഇങ്ങനെ വായിലേക്ക് ഇട്ടപ്പോഴത്തേക്കും ഇത് കണ്ടുകൊണ്ട് നമ്മുടെ വേദ വന്നു. വേദയോ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നതേ ഞാൻ കണ്ടായിരുന്നു കേട്ടോ എന്ന് വേദ ഇങ്ങനെ പറയുവാണേ. അപ്പോഴത്തേന് ഈ വായിൽ കടലിട്ട് ഒന്നും പറഞ്ഞ് നിൽക്കും നമ്മുടെ നന്ദി. ഞാൻ ഉറങ്ങിയെന്ന് വിചാരിച്ചല്ലേന്ന് ചോദിച്ചപ്പം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. വിക്രം മാലയിട്ടതിന് ശേഷം ഞാൻ ആ മുറിയിൽ ഉറങ്ങാറില്ല. അത്രയ്ക്കും വിശക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു. പിന്നെ അല്ലാണ്ടിരിക്കും എനിക്ക്. ഏതായോട് നന്ദിനി ദേഷ്യത്തോട് ചോദിക്കാം. ഇപ്പം സ്വാമിയുടെ കാര്യവും പറഞ്ഞു, നീ എന്നോട് പോരടിക്കുകയാണെന്ന് എനിക്ക് അറിയാടി, നോക്കിക്കോ സ്വാമി ഇതൊക്കെ കാണുന്നുണ്ടടി എന്ന് വേദ പറയുമ്പം അത് തന്നെയാണ് എനിക്കും പറയാനുള്ളതേ. സ്വാമിയെ എല്ലാം കാണുന്നുണ്ടെന്ന്. ഞാൻ അമ്മയെ കൂടി വിളിച്ച് ഞാൻ കാണിക്കണമെന്ന് ചോദിച്ചു. ഇനി ഇത് വിളിച്ച് പോകാനൊന്നും നിൽക്കണ്ട, ഞാൻ പട്ടണി കിടന്ന് ചത്തോളാം എന്ന് പറഞ്ഞ് നന്ദിനി പോകുമ്പോൾ അതെന്തൊരു പോക്കാ, അങ്ങനെ പോയാൽ എങ്ങനെയാ? അപ്പോൾ ചുമ്മാ മാറി നിൽക്കുക, ചുമ്മാ എന്നോട് കളിക്കാൻ നിൽക്കരുത് വേദ. നമ്മൾ നാത്തൂനുമായിട്ട് ഇടയ്ക്കൊക്കെ ഒരു ചിരിയും കളിയൊക്കെ വേണ്ട നന്ദിനി എടുത്ത് ഇന്ന് വേദ ചോദിക്കാം. അതെ വിശന്ന് വയറുകത്തി നിൽക്കുക ഞാൻ, തമാശക്കുള്ള നേരമല്ലത്, പോയിക്കോ. നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു പോവേ. എന്നാലേ പൂർണ്ണമായ നിയന്ത്രണം വിടുന്നതിന് മുൻപ് ഇങ്ങ് വന്നേന്ന് പറഞ്ഞ വേദ നന്ദിനെ വിളിച്ചുകൊണ്ട് പോയി നന്ദിനിക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കുക. അപ്പം നന്ദിനി അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. ഇത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നും എടുത്തു വെച്ചതല്ല എന്ന് വേദ അന്നേരം നന്ദിനിയോട് പറഞ്ഞു. വ്രതം അനുഷ്ഠിക്കുന്നവർ പൂർണ്ണ മനസ്സോടെ അത് ചെയ്യണം. ഇന്ന് രാത്രി നിങ്ങൾ പട്ടിണി കിടന്നാലേ എൻ്റെ വിക്രത്തെ പ്രാഗിക്കൊണ്ടിരിക്കുമെന്ന് വേദ നന്ദിനിയോട് പറയണം. സുരക്ഷിതമായി മലയ്ക്ക് പോയി വരുന്നതുവരെ ആ പ്രാക്ക് ഏൽക്കണ്ടെന്ന് കരുതിയിട്ട് മാത്രം ചെയ്തതാ കേട്ടോ. എഴുന്നേറ്റ് വന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞ് വിളിച്ച് തരാമെന്ന് കരുതി എടുത്ത് വെച്ചതാണെന്ന് പറഞ്ഞു. കഴിച്ചോ എന്നും പറഞ്ഞു നമ്മുടെ വേദ എന്നിട്ട് അവിടെ നിന്ന് പോയി. നന്ദിനി കുമാന്നും പറഞ്ഞു വാരി തിന്നുവാണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വക്കീൽ ഓഫീസും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ വേദയുടെ വക്കീൽ ഓഫീസ്, ആ വക്കീൽ ഓഫീസിലേക്ക് അന്ന് ശ്രീകാര്യം ശ്രീനിവാസൻ്റെ പേരിൽ കേസ് കൊടുത്ത ചേട്ടൻ
അദ്ദേഹം അങ്ങ് കയറി വരും കേട്ടോ. എന്താ സാർ ഈ വഴിക്കൊക്കെ എന്ന് ചോദിക്കുമ്പം കേസും കാര്യങ്ങളൊക്കെ ആണോ എന്ന് ചോദിച്ചു. ഈ കുറേ ജൂനിയർ വക്കീൽമാരുണ്ടല്ലോ, അവർ കേസില്ലാത്തവരാരെങ്കിലും വക്കീൽ ഓഫീസ് കയറി ഇറങ്ങോടോ എന്ന് ചോദിക്കുക. ഞാൻ ഈ കുട്ടിയെ കണ്ടൊരു വക്കാലത്ത് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. വേദയെ കണ്ടേ? വിക്രമേട്ടൻ വേദ വിക്രം ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കേസൊക്കെ എടുക്കാൻ തുടങ്ങിയോ? ചക്രപാണി സാറ് സമ്മതിച്ചോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് ശരിയാണല്ലോ, സാറ് പറയാതെ നേരിട്ട് കേസെടുക്കാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അപ്പം ഞാൻ കേസൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു വേദ. അപ്പം ചക്രപാണി സാറിനെ ഞാൻ വീട്ടിൽ ചെന്ന് കണ്ടിരുന്നുവെന്നും ഈ കുട്ടിയെ വന്ന് കാണാൻ സാറാണ് പറഞ്ഞതെന്ന് ആ സാറ് പറയുവാണ്. അപ്പോൾ ഒരാൾക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയക്കണം, ഡീറ്റെയിൽസ് മുഴുവൻ ഈ ഫയലിലുണ്ടെന്നും അദ്ദേഹം പറയാം. അപ്പോൾ കൊള്ളാലോ വേദേ എന്നും പറഞ്ഞ് കൂടെയുള്ളവർ. അപ്പോൾ വേദ ഇതെല്ലാം എടുത്ത് നോക്കുക. ആ ഫയൽ തുറന്ന് നോക്കിയപ്പോൾ വേദ അന്തം വിട്ടുപോയി. വേദ എന്നിട്ട് ഈ ഫയലിൽ നിൽക്കി നോക്കി വന്ന സാറിനെയും നോക്കി. അല്ല ഇത് അപ്പോൾ നിങ്ങളുടെ സാറ് തന്നെയാ ഇത് നിങ്ങളെ ഏൽപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ വേദ പിന്നെയും നോക്കുക ഇതിനകത്തേക്ക് അന്തം വിട്ട്. വേദയ്ക്കൊന്നും മനസ്സിലായില്ല. ഒരു മിനിറ്റേ എന്നും പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി. എന്നിട്ട് ചക്രപാണി സാറിനെ കാണാനായിട്ട്. അപ്പോൾ ചക്രപാണി സാറിനെ കണ്ടു. സാർ അത് ആ ശ്രീധരൻ സാർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീധരൻ തേരാട്ടലല്ലേ? അപ്പോൾ അതേന്ന് പറഞ്ഞു. ഞാൻ തന്നെയാണ് തന്നെ കാണാൻ പറഞ്ഞതെന്ന് പറയുമ്പം സാർ അത് പിന്നെ എന്താ ശ്രീകാര്യം ശ്രീനിവാസനെതിരെ വക്കീൽ നോട്ടീസ് അയക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അതല്ല സാർ, അയാളുടെ കേസൊക്കെ നമ്മുടെ ഓഫീസല്ലേ നോക്കുന്നത്. അപ്പോൾ സോ വാട്ട്, അതുകൊണ്ടിപ്പോൾ എന്താ കുഴപ്പം? അയാൾ ഫീസ് തരുന്നു, നമ്മൾ അയാൾക്ക് വേണ്ടി ചില കേസുകൾ നടത്തുന്നു. ഇത് മറ്റൊരു കേസാണ്. അപ്പോൾ ഇതിൽ അഡീഷണലായി വന്നിരിക്കുന്നത് ഇത് ജനങ്ങൾക്ക് വേണ്ടി ഒരാൾ ഫൈറ്റ് ചെയ്യുന്ന കേസും കൂടിയാണെന്നും ഈ വക്കീൽ പറയുക. അതിൻ്റെ അർത്ഥം വേദയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും അത് ഏൽപ്പിച്ചോളാമെന്ന് പറയുമ്പോൾ ഇല്ല സാർ അങ്ങനെയൊന്നുമില്ല, ഞാൻ സാറിനോടൊരു ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയാം. അപ്പോൾ അപൂർവ ചില സമയങ്ങളിലെ സത്യം വക്കീലന്മാരുടെ മുന്നിൽ കക്ഷിയായി വരുമെന്നും അപ്പോൾ അത് നമ്മൾ നിരസിച്ച് വിടരുതെന്നും ഈ സാറ് പറയാം. പക്ഷേ സാറെന്ന് പറഞ്ഞ് വേദ പോകുന്ന വേദയെ പിടിച്ച് നിർത്തിയിട്ട് വേദ അഡ്വക്കേറ്റ് ദർശൻ നേരത്തെ എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു, തന്നെ ഫോണിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞു, കോടതിയിൽ ചെല്ലുമ്പോൾ ഒന്ന് കാണണം എന്നും പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്നും പറഞ്ഞു, വേദയെ പറഞ്ഞു വിട്ടു. തൊട്ടടുത്ത നിമിഷം പിന്നെ കാണിക്കും നമ്മുടെ ദർശനെ. അപ്പോൾ ദർശൻ അവിടെ നിന്ന് ആരോടോ സംസാരിക്കുക. അപ്പോൾ വേദ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ ദർശനെ കണ്ടു, ദർശനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ കേസിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഇന്നലെ അയച്ച പേപ്പേഴ്സൊക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. രാത്രി മുഴുവനും ഇരുന്ന് ഞാൻ നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് തോന്നിയെന്ന് ചോദിച്ചു വേദയുടെ സംശയം ശരിയാണ്. സുധാകരൻ മാഷിൻ്റെ ബാഗിലെ മയക്കുമരുന്ന് വന്നത് വീട്ടിൽ വെച്ച് തന്നെയാണെന്ന് പറയുമ്പം അന്ന് വിക്രമാണത് ചെയ്തതെന്ന് സമ്മതിച്ചതിന് ശേഷവും പോലീസുകാർ സ്കൂളിലെ മുഴുവൻ സ്റ്റാഫുകളോടും സംസാരിച്ചിട്ടുണ്ടെന്നും വേദ പറയുക. അവിടെ അങ്ങനെ ഒരു ഇല്ലീഗൽ പരിപാടി നടക്കുന്നതായി ഒരു സൂചനയും ഇതുവരെ പോലീസുകാർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അതുമാത്രമല്ല അന്നത്തെ ഒരു HMനോട് ഞാൻ നേരിട്ട് സംസാരിക്കുകയും ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആ സാധ്യത റൂൾഡ് ഔട്ടാണ് എന്നുള്ളത്. അപ്പോൾ വിക്രം പഠിച്ചിരുന്ന കോളേജിലെ ആ ഗ്യാങ്ങിന് സുധാകരൻ മാഷിനോട് വൈരാഗ്യമുണ്ടാകാൻ ഉള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവരെങ്ങനെ അതെങ്ങനെ അച്ഛൻ്റെ ബാഗിൽ എത്തിക്കും? അതിനുള്ള സഹായം അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടിക്കാണുമല്ലേ എന്ന് ചോദിക്കുമ്പം എക്സാക്ട്ലി വീട്ടിൽ നിന്നൊരാൾ അവർക്ക് വേണ്ടി അത് മാഷിൻ്റെ ബാഗിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്വന്തം അച്ഛനെ അപായപ്പെടുത്താൻ ആ വീട്ടിൽ അറിഞ്ഞുകൊണ്ട് ആര് കൂട്ടി നിൽക്കുമെന്നാണ് എന്ന് വേദ ചോദിക്കുമ്പം ആലോചിച്ച് നോക്കാൻ പറഞ്ഞു ദർശൻ. അപ്പോൾ വേദ നിന്ന് ആലോചന തുടങ്ങി. സുധാകരൻ മാഷിനെ അപകടപ്പെടുത്താനാണെന്ന് പറഞ്ഞിട്ടായിരിക്കത്തില്ല, മറിച്ച് വിക്രത്തെ അപകടപ്പെടുത്താനാണെന്ന് പറഞ്ഞിട്ടാണെങ്കിലോ എന്ന് ദർശൻ ചോദിച്ചു. എന്നാലും ആരത് ചെയ്യുമെന്ന് ചോദിച്ചു വേദ ദർശനോട്. അപ്പോൾ ദർശൻ ഇങ്ങനെ നിൽക്കും കേട്ടോ, ഒന്നും മിണ്ടാതെ. പുറത്തുനിന്ന് ഒരാൾ ആ വീട്ടിലേക്ക് എന്തായാലും വരാൻ പോണില്ല. വിക്രം അത് ചെയ്തിട്ടില്ല എന്ന് നമുക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെയുള്ളത് അമ്മയും ഈശ്വരനും ശ്രീചനും വിനായകേട്ടനുമാണ്. നന്ദിനിയടുത്ത് വിവാഹം കഴിഞ്ഞ് ആ സമയത്ത് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേദ പറഞ്ഞ പേരുകളിൽ ഏറ്റവും സാധ്യത കൂടുതൽ ആർക്കാണെന്ന് ചോദിച്ചു ദർശൻ. അപ്പോൾ അത് വിനായകൻ ചേട്ടനാണെന്ന് ദർശൻ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് അത് അങ്ങനെ ആയിക്കൂടാ എന്ന് ചോദിക്കുക ദർശൻ. അപ്പോൾ വേദ ഇങ്ങനെ നിന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. കാശെന്ന് പറയുന്നത് അയാളുടെ ഒരു വീക്ക്നെസ് ആണെന്നല്ലേ വേദ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെ. അപ്പോൾ കഴിഞ്ഞ തവണ വിശ്വേട്ടൻ്റെ കേസിൽ ആ ചിട്ടി ചേർത്ത രസീത് തെളിവായിട്ട് കോടതിയിൽ എത്തിയത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ എന്ന് ചോദിച്ചു. അത് ആകസ്മികമായിട്ട് വന്നതാണെന്ന് വേദ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ കരുതുന്നില്ല എന്ന് പറഞ്ഞു. എനിക്കും തോന്നുന്നത് നമുക്ക് ഉറപ്പിക്കേണ്ടത് വിനായകൻ ചേട്ടൻ്റെ പേര് തന്നെയാണെന്ന് വേദ പറയുമ്പോൾ, പക്ഷേ സാധ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും കളക്ട് ചെയ്തിട്ട് വേണം അത് വേദ ചെയ്യാനെന്നും ദർശൻ പറഞ്ഞു കൊടുത്തു. വെറുതെ സംശയം വിളിച്ചു പറഞ്ഞിട്ട് വേദയ്ക്ക് കുരിശാവരുത് കേട്ടോ എന്ന് പറഞ്ഞു. ആരോപണം അത്ര നിസാരത്തിലുള്ളതൊന്നും അല്ല എന്ന് പറയുമ്പം അതൊക്കെ എനിക്ക് അറിയാം ദർശൻ. ഒന്നുകൂടി ആ കാലത്തേക്ക്
ഞാൻ റീവിസിറ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു അല്ലേ എന്ന് വേദ ചോദിക്കുമ്പം തീർച്ചയായിട്ടും ഉണ്ട് വേദ. എല്ലാം ഉറപ്പിച്ചിട്ടേ നമ്മൾ ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ എന്ന് ദർശൻ വേദയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. വേദ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.